ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകുവാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കാസർഗോട്ടെ പുരുഷ സ്വയം സഹായ സംഘം. രാവണേശ്വരത്ത് 1 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമൊക്കെയായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിന് ഇത് ആഹ്ലാദ നിമിഷം. സംഘത്തിന്റെ കൂട്ടായ്മയിൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള 1 ഏക്കർ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ ചെണ്ടുമല്ലി പൂപ്പാടം. കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് സംഘം പ്രവർത്തകർ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചിരിക്കുന്നത്. 1700ഓളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ പൂകൃഷിക്കാരനായ കരിന്തളം ജോസഫിൽ നിന്നുമാണ് സംഘം പ്രവർത്തകർ ശേഖരിച്ചത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിലെ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം നിർവഹിച്ചു. നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കേരളം വലിയ നിലയിലേക്കുള്ള നിലയിൽ ഈ ഓണത്തെ വരവേൽക്കുന്നതിലൂടെ നിൽക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ വിളവെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൃഷിയിൽ നിന്നും ഏകദേശം 7 ക്വിൻ്റലോളം വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിളവെടുപ്പ് ദിവസം തന്നെ നിരവധി ആവശ്യക്കാർ പൂക്കൾക്കായി എത്തിയത് ആത്മവിശ്വാസം പകരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 മാസമായി ഈ ഒരു കൃഷിയുടെ പിറകിലാണ് നമ്മുടെ 11 പേരടങ്ങുന്ന നമ്മുടെ മുഴുവൻ മെമ്പർമാരും. അപ്പോൾ കഴിഞ്ഞ ജൂൺ ആദ്യമാണ് നമ്മൾ ഈ ഒരു കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൈ മുമ്പ് കൃഷി ചെയ്ത ആളുകളിൽ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് 1500ഓളം തൈയാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വിളവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചെണ്ടുമല്ലി കൃഷി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. കാരണം പ്രത്യേകിച്ച് ചെണ്ടുമല്ലിക്ക് ഈ ലാറ്ററൈറ്റ് മണ്ണ് വളരെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. 2020 മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായിട്ട് ചെയ്തു വരുന്ന ചെണ്ടുമല്ലി കൃഷി എനിക്ക് വളരെ ചുരുങ്ങിയ കാലയളവിൽ, അതായത് 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ, ഏകദേശം വിളവെടുപ്പിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഈ ക്രോപ്പ് എല്ലാവർക്കും പിന്തുടരാവുന്ന രീതിയാണ്. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല, ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്ത് എത്തുന്നത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും ഒപ്പം വർണ്ണശലഭങ്ങളുടെ സഞ്ചാരവും പൂപ്പാടത്തെത്തുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.